നമസ്കാരം. മിഡിസ്റ്റ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യുഎഇയുടെ 45ാം ദേശീയ ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. യുഎഇയുടെ എല്ലാ എമിറേറ്റുകളിലും വർണ്ണാഭമായ പരിപാടികൾ പുരോഗമിക്കുന്നു. ആഘോഷങ്ങളിൽ പങ്കാളികളായി മലയാളി പ്രവാസികളും. സംസ്ഥാനത്ത് ശമ്പള പെൻഷൻ വിതരണം ഇന്നും അവതാളത്തിൽ. 139 കോടി ആവശ്യപ്പെട്ട കേരളത്തിന് ലഭിച്ചത് 87 കോടി മാത്രം. 18 ട്രഷറികളിൽ 1 രൂപ പോലും എത്തിയില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ബാങ്കുകളിൽ സംഘർഷം. പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. യുഎഇയുടെ 45ാം ദേശീയ ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ആഘോഷഭാഗമായി യുഎഇയുടെ എല്ലാ എമിറേറ്റുകളിലും വിപുലമായ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഷാർജയിലെ ഫ്ളാഗ് ഐലൻഡിൽ നിന്നും MCA നാസർ ചേരുന്നു. നാസർ, ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിലാണ് യുഎഇ. ആഘോഷ പരിപാടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? അഞ്ജിത, ദേശീയ ദിനാഘോഷം വലിയ തോതിൽ തന്നെ വളരെ ആഹ്ലാദപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ കാര്യമായിട്ടുള്ള പരിപാടികൾ നടന്നിരുന്നില്ല. പക്ഷേ രാത്രിയോടുകൂടി എല്ലാ എമിറേറ്റുകളിലും വ്യത്യസ്ത സ്വഭാവത്തിലുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷാർജയിലെ ഫ്ളാഗ് ഐലൻഡ് പ്രദേശത്താണ്. ഇവിടെ യുഎഇയുടെ ചരിത്രം വ്യക്തമാക്കിക്കൊണ്ടുള്ള പിന്നിട്ട 4.5 പതിറ്റാണ്ടിലൂടെ യുഎഇ നടന്നു നീങ്ങിയിരിക്കുന്ന ഓർമ്മകൾ പങ്കുവെക്കുന്ന പ്രത്യേക ചിത്രീകരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഈ സ്ഥലത്ത് തമ്പടിച്ചിട്ടുണ്ട് ഈ പരിപാടിയുടെ സ്വഭാവം നോക്കിക്കാണാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ദുബൈയിലും അബുദാബിയിലും വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടികൾ ഏറ്റവും പ്രധാനം യുഎഇ നടന്നു വന്നിരിക്കുന്ന ഇന്നലകളും അതോടൊപ്പം തന്നെ ലോകത്തിന്റെ മുമ്പിൽ യുഎഇ രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ വളർച്ചയുടെ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ആ വളർച്ചയും പ്രതിപാദിച്ചുകൊണ്ടുള്ള വിവിധ പരിപാടികളാണ്. അതോടൊപ്പം തന്നെ കരിമരുന്ന് പ്രയോഗം നടക്കുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ, ചില എമിറേറ്റുകളിൽ പരേഡുകൾ നടക്കുന്നുണ്ട്. വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ഈ പരിപാടികൾ ഇന്ന് പാതിരാത്രി വരെ തുടരും എന്നതുകൂടിയാണ് ഒരു പ്രത്യേകത. അഞ്ജിത. നാസർ, സാമ്പത്തികമായും രാഷ്ട്രീയമായും ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് യുഎഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ കടന്നുപോകുന്നത്. ഇത് ദേശീയ ദിനാഘോഷത്തിന് പൊലിമ കുറയ്ക്കുന്നുണ്ടോ? ശരിയാണ് അഞ്ജിത. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പ്രത്യേകിച്ച് യമൻ, സിറിയ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാലുഷ്യങ്ങൾ വലിയ തോതിൽ തന്നെ സങ്കീർണമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് യുഎഇ അതിൻ്റെ ഏറ്റവും മികച്ച രീതിയിലുള്ള അതിൻ്റെ മുന്നേറ്റത്തെ വിളംബരപ്പെടുത്തുന്ന 45ാം ദേശീയ ദിനം കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ സാമ്പത്തിക മേഖലയിൽ നോക്കുകയാണെങ്കിൽ എണ്ണവില തകർച്ച വന്ന ഒരു സംഭവം, ഒപ്പക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും അതിലൂടെ എണ്ണവില ചെറിയ തോതിൽ ഒരു വർദ്ധിച്ച സാഹചര്യമുണ്ട്. എങ്കിൽ പോലും സാമ്പത്തികമായിട്ട് ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇതിനെപ്പോലും മറികടന്നുകൊണ്ട് ഒരു മെച്ചപ്പെട്ട ഒരു ഭാവിയിലേക്ക് തങ്ങൾ ചുവടുവെക്കും. ഏത് പ്രതിസന്ധികളെയും മറികടക്കാനുള്ള പ്രാപ്തി തങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ഐക്യമുണ്ട്, കെട്ടുറപ്പുണ്ട്. ഇത് വിളംബരപ്പെടുത്താനുള്ള വളരെ മൂർത്തമായിട്ടുള്ള ആഹ്ലാദകരമായിട്ടുള്ള ഒരു അവസരമായി കൊണ്ടുകൂടിയാണ് ഈ ദേശീയ ദിനത്തെ ഈ യുഎഇ ജനത, യുഎഇ എന്ന രാഷ്ട്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നാസർ, അതുപോലെ യുഎഇയിലെ മലയാളി സാന്നിധ്യം വളരെ വലുതാണ്. ദേശീയ ദിനാഘോഷത്തിൽ മലയാളികളുടെ പങ്കാളിത്തം എത്രത്തോളമുണ്ട്? അജിത, ശരിയാണ്. മലയാളികളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തമാണ് ഈ ദേശീയ ദിനാഘോഷത്തെ എല്ലാ അർത്ഥത്തിലും വേറിട്ട് നിർത്തുന്നത്. പിന്നിട്ട ഏതാനും ദിവസങ്ങളായി തന്നെ യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരേഡുകളിൽ അതോടൊപ്പം തന്നെ മറ്റ് ആഹ്ലാദ സ്വഭാവത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ മലയാളികളും മലയാളി കൂട്ടായ്മകളും വലിയ തോതിൽ തന്നെ പങ്കുവച്ചിരുന്നു. KMCC ഉൾപ്പെടെയുള്ള പ്രബലമായിട്ടുള്ള പ്രവാസി സംഘടനകളുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം ഇക്കാര്യത്തിലുണ്ടായിരുന്നു. പ്രവാസി കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള
പരിപാടികൾ ഈ രാത്രിയിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഷാർജയിലും ദുബൈയിലും അബുദാബിയിലും ഫുജൈറയിലും റാസൽ ഖൈമയിലും അജ്മാനിലും എല്ലാ പ്രദേശങ്ങളിലും മലയാളികളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തമുണ്ട്. നമുക്കറിയാൻ സാധിക്കും പിന്നിട്ട 4.5 പതിറ്റാണ്ടിലൂടെ UAE എന്ന രാഷ്ട്രം മാത്രമല്ല വളർന്നത്, മലയാളി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലകളിൽ നിന്ന് വലിയൊരു അവസ്ഥയിലേക്ക് അവർക്ക് എത്തിപ്പെടാനും ഗൾഫിന്റെ സാമ്പത്തികമായിട്ടുള്ള പിന്നെ വരവിലൂടെ കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് വലിയ മുതൽക്കൂട്ടായി മാറാൻ സാധിച്ച അതേ മലയാളികൾ തന്നെയാണ് ഈ എല്ലാ ആഘോഷ പരിപാടികളിലും തങ്ങളുടെ പോറ്റമയായിട്ടുള്ള ഈ നാടിനു വേണ്ടി അവർ സജീവമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. 45ാം ദേശീയ ദിനാഘോഷത്തിന് തുടക്കമായി വിപുലമായ പരിപാടികളാണ് എല്ലാ എമിറേറ്റുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് ദുബായിൽ നിന്നും MCA നാസർ നൽകിയത്. അബുദാബിയിൽ വിവിധ ഇന്ത്യൻ കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ദിനാഘോഷ പരിപാടി നടന്നു. UAEയോടുള്ള പ്രവാസി സമൂഹത്തിന്റെ ആദരവ് വിളംബരപ്പെടുത്തുന്നത് കൂടിയായിരുന്നു ചടങ്ങ്. അബുദാബി ചേംബർ ഭരണസമിതി അംഗം ഷെയ്ഖ് മൂസ സെയ്ദ് അൽ ഉത്തൈബയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ജനതയുടെ ഐക്യവും രാജ്യത്തിന്റെ വികസനവുമാണ് UAEക്ക് ലോകഭൂപടത്തിൽ മികച്ച സ്ഥാനം ഉറപ്പാക്കിയതെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ മീഡിയ അബുദാബി, അക്ദർ, ഇന്ത്യ സോഷ്യൽ സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ദേശീയ ദിനാഘോഷ പരിപാടിയിൽ അനിൽ സി ഇടിക്കുള അധ്യക്ഷത വഹിച്ചു. ബ്രിഗേഡിയർ അഹമ്മദ് സെയ്ദ് അൽ ബാദി, രാജൻ സക്കറിയ, മുനീർ പാണ്ഡ്യാല, ജോജോ അബൂബക്കർ, ജയദേവൻ എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ദേശീയ ഗാനാലാപനം, അറബ് പരമ്പരാഗത നൃത്തങ്ങളുടെ അവതരണം, അക്രോബാറ്റിക് ഡാൻസ്, ഖവാലി എന്നിവയും അരങ്ങേറി. സുധീർ കൊണ്ടേരി സംവിധാനം ചെയ്ത ഹ്രസ്വ സിനിമയുടെ പ്രദർശനവും ഇതിന്റെ ഭാഗമായി നടന്നു. മീഡിയ 1 അബുദാബി. അലിഫ് മീഡിയ അബുദാബി, ലുലു, മദീനത്ത് സൈഡ് ഷോപ്പിംഗ് സെന്റർ എന്നിവ ചേർന്ന് ദേശീയ ദിന ഭാഗമായി കുട്ടികളുടെ ഗാനമേളയും നൃത്താവതരണവും നടത്തി. ഷഫീഖ് കണ്ണൂർ, റഫീഖ് കക്കടവ്, അഷ്റഫ്, മുഹമ്മദ് അലി വളാഞ്ചേരി, കുഞ്ഞു നീലശ്ശിരം, വിവേക്, താഹിർ തുടങ്ങിയവർ പരിപാടിയുടെ മേൽനോട്ടം വഹിച്ചു. ഉമ്മുൽ ഖുവൈൻ ഇന്ത്യൻ അസോസിയേഷന് കീഴിൽ UAE ദേശീയ ദിനാഘോഷ പരിപാടി നടന്നു. ഓപ്പൺ ഷട്ടിൽ ടൂർണമെന്റോടെയായിരുന്നു തുടക്കം. കേക്ക് മുറിച്ച് ഷൈഖ് മൻസൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ദഫ്മുട്ട്, കോൽക്കളി, ഒപ്പന, അറബിക് ഡാൻസ്, ബാൻഡ് മേളം, ഗാനമേള എന്നിവ അരങ്ങേറി. സജാദ് നാട്ടിക അധ്യക്ഷത വഹിച്ചു. അബ്ദുസലീം, ജിമ്മി ജോസഫ്, CM ബഷീർ, ജെയിൻ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. മലയാളികളുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ 4.5 പതിറ്റാണ്ടിന്റെ UAE മുന്നേറ്റം ആലേഖനം ചെയ്ത വീഡിയോ ആൽബം അറബ് ജനതയ്ക്കിടയിലും തരംഗമായി. തനത് അറബ് ഭാഷാ ശൈലിയിൽ മലയാളി ബാലിക തന്നെയാണ് ഗാനത്തിന്റെ ആലാപനം നിർവഹിച്ചിരിക്കുന്നത്. ഷാർജ TV റിയാലിറ്റി ഷോയിൽ മിന്നും വിജയം നേടിയ മലയാളി ബാലിക മീനാക്ഷി ജയകുമാറിനെ ഓർക്കുന്നില്ലേ? അറബ് പ്രതിഭകളെ പിന്തള്ളി ഷാർജ ഭരണാധികാരിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയ മീനാക്ഷി ദേശീയ ദിനത്തിലും UAE നിവാസികൾക്ക് പ്രിയങ്കരിയായി മാറുകയാണ്. നഹ്നു ഇമറാത്തി ഊൻ എന്ന് പേരിട്ട ഗാനം അറബ് സാമൂഹ്യ മാധ്യമങ്ങളും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നു. കവി അനിൽ കുമ്പനാട് രചിച്ച മലയാള ഗാനത്തിന്റെ ഈരടികൾ അറബിയിലേക്ക് മാറ്റിയത് റാസൽ ഖൈമ സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ സലാം അഹമ്മദാണ്. വാക്കുകളിലെ ഉച്ചാരണ മികവും പരമ്പരാഗത ഈണവും ഈ പാട്ടിനെ UAE ഹൃദയങ്ങളുമായി കൂടുതൽ ചേർത്തിണക്കുന്നു. UAEയുടെ ഇന്നലകളും രാജ്യം ഇന്നും നിലനിർത്തുന്ന വേറിട്ട നന്മകളും ചേർത്താണ് ഗാനത്തിന്റെ ചിത്രീകരണം. KK മൊയ്തീൻ കോയ, സാഹിൽ ഹാരിസ്, അനിൽ കുമ്പനാട്, ടിനി തുടങ്ങിയവരാണ് ഗാനചിത്രീകരണത്തിൽ അഭിനയിച്ചത്. സ്വദേശി ജനതയും തങ്ങളുടെ സംരംഭം ഏറ്റെടുത്തതിന്റെ നിറസംതൃപ്തിയിലാണ് ഈ ഗാനത്തിന്റെ ശില്പികൾ. മീഡിയ 1 ദുബൈ. സൗദിയിൽ വാഹന ഉടമകൾക്ക് നിർബന്ധമാക്കിയ തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ ഭാഗമായുള്ള അവകാശങ്ങളിൽ താമസം കൂടാതെ തീർപ്പ് കൽപ്പിക്കണമെന്ന് ഇൻഷുറൻസ് കമ്പനികളോട് സൗദി അറേബ്യൻ മോണിറ്ററി ഏജൻസിയായ സാമ നിർദ്ദേശിച്ചു. 2000 റിയാൽ വരെയുള്ള അവകാശങ്ങൾ 5 പ്രവൃത്തി ദിവസങ്ങൾക്കകം നൽകിയിരിക്കണമെന്നും സാമയുടെ നിർദ്ദേശത്തിൽ പറയുന്നു. അവകാശങ്ങൾ നൽകുന്നതിൽ ചില ഇൻഷൂർ കമ്പനികൾ കാലതാമസം വരുത്തുന്നതായി പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് സാമയുടെ നടപടി. തേർഡ് പാർട്ടി ഇൻഷുറൻസ് നടപടികൾ വേഗത്തിലാക്കണമെന്നും സാമ നിർദ്ദേശിച്ചു. 2000 റിയാൽ വരെയുള്ള സംഖ്യ 5 ദിവസത്തിനകം നൽകണം. അതിനു മുകളിലുള്ളത് കഴിവതും വേഗം കൊടുത്തു തീർക്കണമെന്നും സാമയുടെ നിർദ്ദേശത്തിൽ പറയുന്നു.
ഇൻഷുറൻസ് പോളിസി ക്യാൻസൽ ചെയ്യുമ്പോൾ അവശേഷിക്കുന്ന കാലാവധിക്കുള്ള സംഖ്യ വാഹന ഉടമയ്ക്ക് ഉടൻ തിരിച്ചു നൽകണം. ഇതിനായി സമർപ്പിക്കുന്ന രേഖകളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കക്ഷികളെ ബോധ്യപ്പെടുത്തണം. രേഖകൾ കുറവാണെന്ന പേരിൽ അപേക്ഷകൾ തള്ളുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. അപകടത്തിൽപ്പെട്ട വാഹനം ആവശ്യമെങ്കിൽ 3 ദിവസത്തിനകം കമ്പനി പ്രതിനിധികൾ സന്ദർശിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അവകാശങ്ങൾ കൊടുത്തുവിടുന്നതിൽ വീഴ്ച വരുത്തിയ 3 ഇൻഷുറൻസ് കമ്പനികളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ച് സാമ കഴിഞ്ഞ ദിവസം നടപടി സ്വീകരിച്ചിരുന്നു. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണകൂടം തന്നെ ജനങ്ങളുടെ സ്വത്ത് കവർന്നുകൊണ്ടുപോകുന്നു എന്നതാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മുൻ മന്ത്രിയും കോട്ടയം MLA-യുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. മുന്നൊരുക്കമില്ലാതെ നടപ്പാക്കിയ നോട്ട് നിരോധത്തിന് സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും മതിയായ പിന്തുണ ഉറപ്പാക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും തിരുവഞ്ചൂർ കുവൈത്തിൽ സമ്മേളനത്തിൽ പറഞ്ഞു. കോട്ടയം ജില്ലാ അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു അദ്ദേഹം. ഒരു പ്രശ്നം എങ്ങനെ കുളമാക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ അടുത്ത കാലത്തുണ്ടായ ഈ നോട്ടിൻ്റെ പ്രശ്നങ്ങൾ. ഗവൺമെൻറ് കയ്യിൽ പവേഴ്സ് ഉണ്ട്. ഗവൺമെൻറ്റിന് വേണ്ടതെന്താ? നിയമവിധേയമായി ക്രയവിക്രയം നടത്തുന്നതിന് വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുള്ള തുക അവരവരുടെ കയ്യിൽ വയ്ക്കുന്നതിന് വേണ്ടിയുള്ള പൗരാവകാശം അവർക്കുണ്ട്. ഒരു ഗവൺമെൻറ് ചെയ്തെന്താ? ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ് പ്രാഥമികമായ ഉത്തരവാദിത്തം. അതിലെ അവരുടെ സ്വത്ത് കവർന്നു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൗലിക അവകാശത്തിനകത്ത് പോലും ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെൻറ്റാണിത്. ഭരണഘടനാദത്തം. ജനാധിപത്യത്തെയും ഭരണ സംവിധാനങ്ങളെയും അപ്രസക്തമാക്കി ഇന്ത്യ ഒരു ഡീപ് സ്റ്റേറ്റ് സംവിധാനത്തിലേക്ക് മാറുകയാണെന്ന് വെൽഫെയർ പാർട്ടി കേരള സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ദോഹയിൽ പറഞ്ഞു. കൾച്ചറൽ ഫോറം ഖത്തർ സംഘടിപ്പിക്കുന്ന സഫലമാകണം ഈ പ്രവാസം എന്ന ബഹുജന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ രാജ്യത്ത് ഏകാധിപത്യ രീതിയിൽ ഭരണം നടത്തുന്ന നരേന്ദ്രമോദിയുടെ വാഴ്ച ഡീപ് സ്റ്റേറ്റ് സംവിധാനത്തിലേക്ക് ഇന്ത്യയെ മാറ്റുകയാണെന്ന് വെൽഫെയർ പാർട്ടി കേരള സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം പറഞ്ഞു. നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ ഏകാധിപത്യ പ്രവണത വ്യക്തമാവുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൾച്ചറൽ ഫോറം ഖത്തറിൽ സംഘടിപ്പിക്കുന്ന സഫലമാകണം ഈ പ്രവാസം എന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെൽഫെയർ പാർട്ടി ആരംഭിച്ച ഭൂസമരത്തിലൂടെ സംസ്ഥാനത്ത് 100 കണക്കിന് ഭൂരഹിതർക്ക് ഭൂമി ലഭിച്ചതായി അവകാശപ്പെട്ട അദ്ദേഹം പ്രവാസി പ്രശ്നങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സർക്കാർ നിലപാടുകൾക്കെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞു. പാർട്ടിയുടെ കീഴിൽ 2 മാസത്തിനകം പുതിയ വിദ്യാർത്ഥി യുവജന സംഘടന പിറക്കുമെന്നും അദ്ദേഹം ദോഹയിൽ പ്രഖ്യാപിച്ചു. 2 മാസം കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി യുവജന സംഘടന ലോഞ്ച് ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുമെന്ന സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. സാമ്പത്തിക ആസൂത്രണവും പ്രവാസികളും എന്ന വിഷയത്തിൽ ഗൾഫ് മേഖലയിലെ സാമ്പത്തിക വിദഗ്ധനായ അഡ്വക്കേറ്റ് KV ഷംസുദ്ദീൻ സംസാരിച്ചു. കൾച്ചറൽ ഫോറം ആക്ടിംഗ് പ്രസിഡന്റ് സുഹേൽ ശാന്തപുരം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സെക്രട്ടറി C സാദിഖ് അലി വിഷയം അവതരിപ്പിച്ചു. കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ച ചെസ് മത്സരത്തിലെ വിജയികൾക്കുള്ള ട്രോഫികൾ ചടങ്ങിൽ വിതരണം ചെയ്തു. പ്രവീൺ ചാലക്കുടി നയിച്ച നാടൻപാട്ടും മറ്റു കലാപ്രകടനങ്ങളും പരിപാടിയുടെ ഭാഗമായി നടന്നു. മീഡിയ 1 ദോഹ. മദീനയിൽ ഉംറ തീർത്ഥാടകൻ മരിച്ചു. മദീന പട്ടാമ്പി ചുങ്കത്തറ തോട്ടത്തിൽ മുഹമ്മദാണ് മരിച്ചത്. സ്വകാര്യ ഗ്രൂപ്പിൽ ഉംറ നിർവഹിക്കാൻ എത്തിയതായിരുന്നു. നാട്ടിൽ നിന്ന് കൂടെ വന്നിരുന്ന മകൻ മൊയ്തീൻ മരണസമയത്ത് കൂടെയുണ്ടായിരുന്നു. നിയമ നടപടികൾക്ക് ശേഷം ജന്നത്തുൽ ബഖിയയിൽ ഖബറടക്കും. പൊതുവിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ മറന്ന് സ്നേഹത്തോടും സമത്വത്തോടും ഒന്നിച്ചു നിൽക്കണമെന്ന് കേരളത്തിലെ മുസ്ലിം സംഘടനാ നേതാക്കൾ ആഹ്വാനം ചെയ്തു. കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ സംഘടിപ്പിച്ച യൂണിറ്റി സമ്മേളനത്തിലാണ് നേതാക്കളുടെ ആഹ്വാനം. അബ്ബാസിയ മറീന ഹാളിൽ നടന്ന ഐക്യ സമ്മേളനത്തിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. കുവൈത്തിലെ മുസ്ലിം കൂട്ടായ്മകളുടെ സഹകരണത്തോടെയാണ് KKMA ഏകസ്വരം എന്ന പേരിൽ ഐക്യസമ്മേളനം സംഘടിപ്പിച്ചത്. ഭിന്നതകൾ മറന്ന് സാമുദായിക ഐക്യത്തിനും രാജ്യപുരോഗതിക്കുമായി ഒരുമിച്ച് നിൽക്കണമെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത മുസ്ലിം പണ്ഡിതന്മാർ ആഹ്വാനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി പ്രവാസി മുസ്ലിം സംഘടനാ നേതൃസമ്മേളനം, നേതൃപരിശീലന കളരി, ബഹുമത സെമിനാർ, പൊതുസമ്മേളനം എന്നിവ നടന്നു. കേരള വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ, സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ, കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിഡന്റ് TP അബ്ദുൽ മദനി, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അസിസ്റ്റന്റ് അമീർ T ആരിഫ് അലി, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ KMA റഹീം, ഓൾ ഇന്ത്യ ഇസ്ലാഹി മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ വൈസ് ചെയർമാൻ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ,
ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി കടക്കൽ അബ്ദുൽ അസീസ് മൗലവി, പ്രമുഖ വ്യവസായികളായ ഡോക്ടർ ഗൾഫാർ മുഹമ്മദ് അലി, ഡോക്ടർ ഇബ്രാഹിം ഹാജി, ഡോക്ടർ KT മുഹമ്മദ് റബിയുല്ല, PA അഹമ്മദ്, ഡോക്ടർ അൻവർ അമീൻ, CP കുഞ്ഞു മുഹമ്മദ് എന്നിവർ വിവിധ സെഷനുകളിലായി സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 കുവൈത്ത്. ഖത്തറി ഹൈജമ്പ് താരം മുതാസ് അൽ ബർഷിമിനെ അത്ലറ്റ് ഓഫ് ദി ഇയർ അവാർഡിനായി തെരഞ്ഞെടുത്തു. എസ്ക്വയർ മിഡിൽ ഈസ്റ്റ് മാഗസിനാണ് പുരസ്കാരം നൽകി വരുന്നത്. ഈ അവാർഡിന് അർഹനാകുന്ന ആദ്യത്തെ ഖത്തറി പൗരനാണ് മുതാസ് ബർഷിം. റിയോ ഒളിമ്പിക്സിൽ ഹൈജമ്പിൽ രാജ്യത്തിനു വേണ്ടി വെള്ളി മെഡലും ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡലും നേടിയിരുന്ന ബർഷിം ഖത്തറിന്റെ അഭിമാന താരമാണ്. ഡിസംബർ 10-ന് PDP നടത്തുന്ന കർണാടക മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് PCF സലാലയിൽ സംഗമം സംഘടിപ്പിച്ചു. അജ്വ റെസ്റ്റോറന്റിൽ നടന്ന പരിപാടി അബ്ദുൽ നാസർ മഅദനി ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. PCF പ്രസിഡന്റ് ഉസ്മാൻ വാടാനപ്പള്ളി അധ്യക്ഷത വഹിച്ച പരിപാടി അഡ്വക്കേറ്റ് മീരാൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘടനാ ഭാരവാഹികൾ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഒമാൻ ദേശീയ ദിനാഘോഷവും ചടങ്ങിൽ നടന്നു. കബീർ സ്വാഗതവും ഫൈസൽ നന്ദിയും പറഞ്ഞു. റസാഖ്, അൻസിൽ, റിയാസ് എന്നിവർ നേതൃത്വം നൽകി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കോഴിക്കോട് റിയാദ് വിമാന സർവീസിന് തുടക്കമായി. റൺവേ റീകാർപ്പറ്റിംഗിന്റെ ഭാഗമായി 1.5 വർഷം മുൻപ് നിർത്തലാക്കിയ കോഴിക്കോട് റിയാദ് സെക്ടറിലാണ് സർവീസ് പുനരാരംഭിച്ചത്. റിയാദിൽ നിന്ന് ആദ്യ യാത്രയിൽ 175 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ആദ്യ യാത്രയ്ക്ക് എത്തിയവരെ മധുരം നൽകിയാണ് അധികൃതർ സ്വീകരിച്ചത്. ഇതോടെ മിഡിസ്റ്റ് അവരുടെ പൂർണ്ണമാകുന്നു. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.